ഹായ് ഹലോ, നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. ടൈം കൺസ്യൂമിംഗ് ആണേ, പക്ഷേ ടേസ്റ്റിയാണ്. ആദ്യം കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വരട്ടി മിക്സ് ചെയ്യുക. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പാൽപ്പം കുരുമുളക് പൊടിയും ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഇടികല്ലിൽ ഇടിച്ച ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റുമാണ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് സമയം അരമണിക്കൂറോളം അതിനെ വെച്ചേക്കുക. ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിയും സവാളയും വൃത്തിയാക്കിയെടുക്കാം. ഉരുളി അടുപ്പിൽ വച്ച് ചൂടായ ശേഷം കടുക് പൊട്ടിക്കുക. അതിലേക്ക് സവാളയും ഉള്ളി, കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉള്ളി വരണ്ട് കളർ മാറുന്നത് വരെ മിക്സിങ് തുടരുക. ആവശ്യമായ ഉപ്പൊഴിച്ച് നന്നായിട്ട് ഇളക്കുക. കളർ മാറിയ ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടുക. ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് സമയം അടച്ചു വെച്ചേക്കുമ്പോഴത്തേക്കും ചിക്കനിലുള്ള വെള്ളം കറിയിലോട്ട് ഇറങ്ങും. അതിനുശേഷം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക. അതിനുശേഷം ഒരു സവാള അരിഞ്ഞെടുക്കുക. മറ്റൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഈ സവാള ഇട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് വരട്ടിയെടുക്കുക. പിന്നെ കറി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് സവാളയുടെ ക്വാണ്ടിറ്റി കൂട്ടാം. ഒന്നുകൂടെ വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുക. പിന്നെ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. അതിൻ്റെ ചൂട് മാറിയ ശേഷം മിക്സിയിലെ ജാറിലേക്ക് മാറ്റുക. നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതിനെ ചിക്കൻ കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കുക, കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അടച്ചു വയ്ക്കുക. നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ അടച്ചു വെച്ചേക്കുക. കുറച്ച് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ സാധാ മസാലയോ പൊടിച്ച മസാലയോ ചേർക്കാം. ചിക്കൻ കറി റെഡിയായിട്ടുണ്ടേ. പിന്നെ നന്നായിട്ട് ടൈം കൺസ്യൂമിംഗ് ആണ്, ബട്ട് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.